നമസ്കാരം. ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കോടനാട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടനാട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ഉദ്ദേശം 10 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തവും പ്രകൃതി രമണീയവുമായ കോടനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാദേവനാണ്. ശ്രീ മഹാദേവന്റെ പല ക്ഷേത്രങ്ങളും നമ്മൾ ദർശിച്ചിട്ടുണ്ട്. എന്നാൽ കിരാതമൂർത്തി ഭാവത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. എന്താണ് ശ്രീ പരമേശ്വരന്റെ കിരാതമൂർത്തി ഭാവം? പലർക്കും അറിയാമെങ്കിലും ആ കഥ മറ്റുള്ളവരുടെ അറിവിലേക്കായി പറയാം. പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ ഘോര വനത്തിനുള്ളിൽ ഉഗ്ര തപസ് ആരംഭിച്ചു. പരമശിവനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം വാങ്ങിയെടുക്കണമെന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ക്ഷിപ്രപ്രസാദിയായ പരമേശ്വരൻ അർജുനന്റെ തപസ് ഗവനിക്കാതെ ഇരിക്കുന്നത് കണ്ട പാർവതി ദേവിക്ക് അതിശയമായി. എന്തുകൊണ്ടാണ് ശ്രീ മഹാദേവൻ അർജുനന്റെ കഠിന തപസ് കണ്ടില്ലെന്ന് നടിക്കുന്നത്? പാർവതി ദേവി തൻ്റെ ഉത്കണ്ഠയും സംശയവും സാക്ഷാൽ പരമേശ്വരനോട് തന്നെ ചോദിച്ചു. ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പാർവതി ദേവി, എൻ്റെ പക്കലുള്ള പാശുപതാസ്ത്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അർജുനൻ തപസ്സനുഷ്ഠിക്കുന്നത്. ഈ പാശുപതാസ്ത്രം ലഭിക്കുന്നതോടുകൂടി അർജുനൻ അജയ്യനായി മാറും. അതോടൊപ്പം അർജുനൻ്റെ അഹങ്കാരവും വർദ്ധിക്കും. ഈ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത്. എന്തായാലും അർജുനന് ഞാൻ പാശുപതാസ്ത്രം നൽകുമെന്ന് പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞു. പിന്നീട് പാശുപതാസ്ത്രം നൽകുന്നതിനായി ഒരു വേടൻ്റെ വേഷത്തിൽ, അതായത് ഒരു കിരാത വേഷത്തിൽ ഭഗവാൻ അർജുനൻ്റെ അടുത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അർജുനനും കിരാതഭാവത്തിലുള്ള പരമേശ്വരനും കാണുന്ന മാത്രയിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുമോ എന്ന് ഭയന്ന പാർവതി ദേവി ഒരു വേടത്തിയുടെ രൂപത്തിൽ ഭഗവാനെ അനുഗമിക്കുകയും ചെയ്തു. അങ്ങനെ ശിവഭഗവാനും പാർവതി ദേവിയും അർജുനന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശിവഭഗവാൻ അർജുനന് പാശുപതാസ്ത്രം നൽകുകയും ചെയ്തു. ഈ അനുഗ്രഹം ചൊരിയുന്ന കിരാതമൂർത്തിയാണ് കോടനാട് മഹാദേവ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠയായി നിലകൊള്ളുന്നത്. ഈ കിരാതമൂർത്തി ഭാവത്തിലുള്ള പരമേശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ പാർവതി ദേവിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുമെന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. വ്രതാനുഷ്ഠാനങ്ങളോടെ കോടനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി ശ്രീ പരമേശ്വരനെയും ശ്രീ പാർവതി ദേവിയെയും ഭജിച്ചാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിയും മാംഗല്യഭാഗ്യവും സന്താനലബ്ധിയും ദീർഘസുമംഗലി യോഗവും ഉണ്ടാകുമെന്നാണ് നാട്ടുകാരും ഭക്തജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. കോടനാട് ശിവക്ഷേത്രം ഇത് ഞങ്ങളുടെ പുരാതന ഒരു ക്ഷേത്രമാണ്. ഒരു 6-7 തലമുറ കൈമാറി വന്നേക്കുന്നതാണെന്നാണ് വിശ്വാസം. അതിനപ്പുറം പഴക്കമുള്ള ക്ഷേത്രമാണ്. പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ധാരയാണ്. ശിവക്ഷേത്രത്തിലെ നിർമാല, ചുറ്റുവിളക്ക്, ധാര, ഇതൊക്കെയാണ് അമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ. തുളസിമാല ചാർത്തി ധാര നടത്തി കഴിഞ്ഞാൽ എന്ത് കാര്യം വിചാരിച്ചാലും അത് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവവും അതാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ പരമേശ്വരനെ കൂടാതെ ക്ഷേത്രത്തിനകത്ത് ഇടതുവശത്തായി പാർവതി ദേവിയെയും വലതുവശത്ത് മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് ഭഗവതിയെയും ബ്രഹ്മരക്ഷസിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല.
1500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം പണിയുവാൻ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളിൽ പ്രാചീന ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. പണ്ട് ഈ ക്ഷേത്രം വിളിച്ചപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി ഈ പ്രതിഷ്ഠയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് സ്വയംഭൂ ആണെന്നും പറയുന്നുണ്ട്, അല്ല എന്നും ഐതിഹ്യമുണ്ട്. ഭഗവാൻ സംതൃപ്തനാണെങ്കിൽ, അതായത് ജനങ്ങളുടെ ഈ നമ്മള് ഹിന്ദുക്കള് അമ്പലത്തിൽ വരുന്നവർ മാത്രമല്ല, ഈ നാടിന്റെ മൊത്തം ഐശ്വര്യം ഭഗവാന്റെ സംതൃപ്തിയാണെന്നാണ് ഇവിടെയുള്ള വിശ്വാസം. പ്രശ്നത്തിൽ കണ്ടതും അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനെ ഏത് രീതിയിൽ തൃപ്തിപ്പെടുത്തിയാൽ ഈ നാടിന് ഐശ്വര്യം കൂടും എന്നാണ് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വീട്ടിൽ എൻ്റെ മക്കളെ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് അമ്പലത്തിലേക്ക് നോക്കി എൻ്റെ കോടനാടപ്പ എൻ്റെ മക്കളെ കാത്തുകൊള്ളണേ എന്നൊരു വാക്ക് ഞാൻ പറയാതെ ഇരുന്നാൽ എനിക്കതൊരു ഭയങ്കര പ്രയാസമാണ്. അടുക്കളയിൽ എന്തൊരു തിരക്കാണെങ്കിലും ഓടി വന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കി തൊഴുതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെ എവിടെയെങ്കിലും വണ്ടിയിൽ പോവുകയാണെങ്കിൽ എൻ്റെ മക്കളെ കാത്തുകൊള്ളണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് പോകാനിറങ്ങി തിരക്ക് നിൽക്കുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ടേ അവരെ വിടുകയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാൻ എപ്പോഴും ഈ കോടനാട്ടപ്പനെയാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവിടുത്തെ ഭഗവാനെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഭഗവാൻ എല്ലാം തന്നോളും. നമ്മൾ ഭഗവാനോടൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. പുറം നാടുകളിൽ നിന്ന് തന്നെ ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. അവർക്ക് ഭഗവാൻ തോന്നിച്ചു തന്നെ ആൾക്കാർ 800 പ്രാവശ്യം വന്ന് അവരിവിടെ പ്രസാദകൂട്ടൊക്കെ നടത്തി, പിന്നെ അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം കൊണ്ടുവന്നുകൊണ്ട് 2 വർഷം മുമ്പ് വന്ന് പ്രസാദകൂട്ടൊക്കെ നടത്തിയിട്ട് പോയതുണ്ട്. അവർക്ക് ഭഗവാൻ തോന്നിക്കുന്ന പറഞ്ഞു ഇവിടെ വരാനായിട്ട്. അപ്പൊ ഈ ഭഗവാനെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നുകൊള്ളും. കോടനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നാട്ടിലെ ജാതിമത ഭേദമന്യേ സകല ജനങ്ങളുടെയും സംരക്ഷകനായിട്ട് വാഴുന്ന ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്നത് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് കാരണമായി തീരുന്നതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയായതുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ ഭഗവാനെ പ്രസന്നനാക്കുന്നതിന് വേണ്ട എല്ലാ ചടങ്ങുകളും ക്ഷേത്ര ഉത്സവങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പം നടത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ വളരെ അധികം വൈകാതെ തന്നെ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഉടനെ തന്നെ ഒരു നവീകരണ കലശവും ഈ ക്ഷേത്രത്തിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാട്ടുകാർ അതിനു വേണ്ടിയിട്ട് എല്ലാ സഹകരണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പ്രകൃതിയുടെ വർണ്ണവിസ്മയങ്ങളും നാട്ടിൻപുറവും പുരാതനമായ ഈ കോടനാട് മഹാദേവ ക്ഷേത്രവും എന്നും ഒരത്ഭുതമായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. കോടനാട് മഹാദേവൻ, ഈ നാടിനെ കാക്കുന്ന കോടനാട്ടപ്പൻ, ഭക്തർക്ക് എന്ന് ഐശ്വര്യം നൽകുന്ന കോടനാട്ടപ്പന്റെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ ഇവിടെ ഒന്ന് യാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി